കടമക്കുടി വയൽ നികത്തൽ സംബന്ധിച്ച് ഫെബ്രുവരി 25 മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ നടപടിക്രമങ്ങൾ പാലിച്ചാണോ? പാലിച്ചല്ലെങ്കിൽ ഉത്തരവ് തിരുത്തിയെങ്കിലും സംസ്ഥാനത്ത് ഭൂമാഫിയയ്ക്ക് അടിമപ്പെടുന്ന ഒരു സർക്കാർ പ്രകൃതി സംരക്ഷണം കേരളത്തെ സംബന്ധിച്ച് എത്രത്തോളം അപകടകരമായ രീതിയിൽ മുദ്രാവാക്യങ്ങളായി മാത്രം ഒതുങ്ങുന്നു? നീർത്തട നിയമം ഏതൊക്കെ തരത്തിൽ അട്ടിമറിക്കുന്നു? ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം പരിശോധിക്കുമ്പോൾ SR ശക്തിധരൻ, ഡോക്ടർ വേണുമോഹൻ, ഡോക്ടർ P ഗോപിനാഥൻ പിള്ള, പ്രവീൺ പരമേശ്വർ, ഒപ്പം CR നീലകണ്ഠനും. കടമക്കുടിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഭൂമാഫിയ എത്രമാത്രം വിലസുന്നു, അതിന് സംസ്ഥാന സർക്കാർ കൂട്ടുനിന്നത് ഏതൊക്കെ തരത്തിൽ? കടമക്കുടിയും മെത്രാൻകായലും അതിന് ഉദാഹരണമാണോ? ഫെബ്രുവരി 25 മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ നടപടിക്രമങ്ങളുടെ ലംഘനമാകുന്നത് എങ്ങനെ? ആദ്യം ആ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് ചേർന്ന ഫെബ്രുവരി 25 മന്ത്രിസഭാ യോഗത്തിലാണ് എറണാകുളം ജില്ലയിലെ കടമക്കുടിയിൽ 47 ഏക്കർ നെൽവയൽ നികത്താൻ അനുമതി നൽകിയത്. മെഡിക്കൽ ടൂറിസത്തിനായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥാപിക്കാൻ വയൽ നികത്താനായിരുന്നു അനുമതി. പിന്നീട് വിവാദമായ തീരുമാനത്തിന്റെ മന്ത്രിസഭാ നടപടിക്കുറിപ്പുകളാണ് പീപ്പിൾ പുറത്തുവിട്ടത്. റവന്യൂ വകുപ്പ് ഉൾപ്പെടെ ബന്ധപ്പെട്ട വകുപ്പുകൾ അറിയാതെയാണ് മന്ത്രിസഭയിൽ വിഷയമെത്തിയത്. മന്ത്രിസഭാ തീരുമാനം അറിയിച്ച് മുഖ്യമന്ത്രിക്ക് വേണ്ടി ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ നടപടിക്കുറിപ്പാണ് മറ്റു വകുപ്പുകളുടെ പരിഗണനയ്ക്കെത്തിയത്. നടപടിക്രമങ്ങൾ അനുസരിച്ച് മറ്റു വകുപ്പുകളുടെ പരിശോധനയ്ക്ക് ശേഷമാണ് പദ്ധതി മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരേണ്ടത്. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് വയൽ നികത്താൻ അനുമതി നൽകേണ്ടത് ഇതിനായുള്ള സംസ്ഥാനതല സമിതിയാണ്. മെഡിക്കൽ ടൂറിസം പദ്ധതി പൊതു താൽപര്യത്തിന്റെ പരിധിയിൽ വരില്ലെന്നാണ് സംസ്ഥാനതല സമിതി റിപ്പോർട്ട് നൽകിയത്. ഇക്കാര്യം മന്ത്രിസഭാ കുറിപ്പിൽ റവന്യൂ വകുപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എതിർപ്പ് മറികടന്നായിരുന്നു തീരുമാനമെന്നും രേഖകളിൽ വ്യക്തമാണ്. മുഖ്യമന്ത്രി മുൻകൈയെടുത്താണ് പദ്ധതിയുടെ വിശദാംശങ്ങൾ മന്ത്രിസഭയിലെത്തിയതെന്നാണ് വിവരം. KPCC അധ്യക്ഷൻ ഉൾപ്പെടെ പ്രതിഷേധിച്ചപ്പോഴും റവന്യൂ വകുപ്പിന്റെ ഉത്തരവിനെ പരസ്യമായി ന്യായീകരിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വരികയും ചെയ്തിരുന്നു. MR സജീഷ്, തിരുവനന്തപുരം. ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ അതിഥികളായി SR ശക്തിധരൻ, ഡോക്ടർ വേണുമോഹൻ, ഡോക്ടർ P ഗോപിനാഥൻ പിള്ള, പ്രവീൺ പരമേശ്വർ എന്നിവർ. ആദ്യം SR ശക്തിധരനിലേക്ക്. SRS, ഉത്തരവുകൾ തിരുത്തപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഏറ്റവും ശ്രദ്ധേയമായ വിഷയം സംസ്ഥാനത്തെ ഭൂമാഫിയയുടെ ആധിപത്യം. നമുക്ക് നിയമങ്ങളുണ്ട്. 2008 തണ്ണീർത്തട നിയമം വരുന്നു. ആ നിയമങ്ങളൊക്കെ അട്ടിമറിക്കാൻ ഒരു സംസ്ഥാന സർക്കാർ നിന്നതിൻ്റെ ഉദാഹരണമായി മെത്രാൻകായലും അതോടൊപ്പം തന്നെ ഇപ്പോൾ കുട്ടനാടും എറണാകുളത്തും അടക്കം കടമക്കുടി വയൽ നികത്തലടക്കം കേരളത്തിൻ്റെ മുന്നിൽ ചോദ്യചിഹ്നങ്ങളായി നിൽക്കുന്നു. ഈ ഗവൺമെൻറ് അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇതെല്ലാം തീരെഴുതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയത്. അതിന് മുഴുവൻ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച്, ഞാൻ രാഷ്ട്രീയം പറയുകയാണെന്ന് പറയണം, മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ഒരാൾക്കും ഒരു മന്ത്രിസഭയ്ക്കും ഒരു വകുപ്പിനും ഈ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. എല്ലാം മുഖ്യമന്ത്രിയുടെ മുൻകൈയിൽ തന്നെയാണ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവരെ എല്ലാവരെയും ഓരോ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അവരെയും ഒക്കെ സഹായിച്ചിട്ടുള്ള സംഭവവികാസങ്ങളാണ് നാം ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയുന്നത്. അതിൽ പലതരത്തിലും പലരെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഒടുവിൽ വന്നതാണ് സ്വാമി മറ്റേ ജയിലിൽ കിടന്ന് വെച്ചാൽ സന്തോഷ് മാധവനുമായിട്ട് ഒരു അവിഹിത ബന്ധമുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ തരത്തിലുള്ള ഒരുപാട് ആളുകളുമായിട്ടുള്ള ബന്ധനങ്ങളാണ് ഏറ്റവും ഒടുവിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത്. ഇവിടെ പത്രങ്ങളും അതുപോലെ തന്നെ മാധ്യമങ്ങളും വളരെ ജാഗ്രതയോടുകൂടി രാഷ്ട്രീയ പാർട്ടികളും നിന്നതുകൊണ്ട്, പിന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഈ കാര്യത്തിൽ നല്ലൊരു പങ്ക് ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് ഈ കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരുന്നവരുമൊക്കെ നടത്തിയിട്ടുള്ളൊരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിതെല്ലാം അറിയാൻ കഴിഞ്ഞതും. ഈ അതുപോലെ തന്നെ കൈരളി ചാനൽ ഈ കാര്യങ്ങൾ കൊണ്ടുവന്നതും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് നാം കാണേണ്ടത്. ഇത് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഭൂമാഫിയയ്ക്ക് എന്തെല്ലാം തരത്തിലുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ മന്ത്രി പോലും അറിയാതെയാണ് പല കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന്, വ്യക്തിപരമായ ബന്ധങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഭൂമാഫിയയ്ക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു ഗവൺമെൻറ്റായി അതിൻ്റെ വിശ്വരൂപം തെളിഞ്ഞത് അവസാനത്തെ ഈ ഫെബ്രുവരി 25 നടന്ന ക്യാബിനറ്റ് യോഗത്തിലെടുത്തിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം എടുത്തിട്ടുള്ള നിരവധി നടപടികൾ, ഔട്ട് ഓഫ് അജണ്ടയായിട്ട് ക്യാബിനറ്റിൽ കൊണ്ടുവന്നു, അങ്ങനെ എല്ലാ തരത്തിലും എടുത്തിട്ടുള്ള നടപടികളൊക്കെ തന്നെ ഭൂമാഫിയകളെയും അതുപോലെ തന്നെ കോർപ്പറേറ്റുകളെയും അവരുടെ അനുയായികളെയും ഒക്കെ സഹായിക്കുന്ന ഒന്നായിരുന്നു. അതിൻ്റെ ദുരന്തര ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവീണിലേക്ക്,
ഡോക്ടർ വേണുമോഹനിലേക്ക് വരുന്നതിന് മുമ്പ് പി ഗോപിനാഥൻ പിള്ളയുമുണ്ട്. പ്രവീൺ, നിയമങ്ങൾ അത് കൃത്യമായി ഡോക്ടർ വേണുമോഹന്റെ പ്രതിരോധം എന്തെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ഉത്തരവ് പിൻവലിച്ചു കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന്. വിഷയം അതല്ല, ഉത്തരവ് പിൻവലിക്കുന്നല്ല. ഫെബ്രുവരി 25 സംസ്ഥാനത്ത് ക്യാബിനറ്റ് ചേർന്നു. ആ ക്യാബിനറ്റ് എടുത്ത തീരുമാനങ്ങളാണ് നേരത്തെ റിപ്പോർട്ടായി പുറത്തു വന്നത്. നിയമങ്ങൾ നിലനിൽക്കുന്നു. 2008 തണ്ണീർത്തട നിയമം നിലവിൽ വന്നു. അവിടെ ഏതൊക്കെ തരത്തിലാണ് എല്ലാം സ്പെസിഫൈഡ് ആണ്. അവിടെയാണ് കുട്ടനാടിലും എറണാകുളത്തെയും കാര്യങ്ങൾ നാം കേട്ടത്. 1-2 ഏക്കറല്ല. എത്രയാണ്? കുട്ടനാട് റവന്യൂ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി വിശ്വാസ് മേത്ത പറയുന്നതനുസരിച്ച്, ഉത്തരവിട്ടതനുസരിച്ച് മെത്രാൻ കായലിൽ 378 ഏക്കർ. കേട്ടോ ഡോക്ടർ വേണുമോഹൻ, 378 ഏക്കറാണ് താങ്കളുടെ സർക്കാർ സ്വകാര്യ ഏജൻസിക്ക് പതിച്ചു നൽകാൻ ഉത്തരവിട്ടത്. തിരുത്തുമെന്നുള്ള താങ്കളുടെ പ്രതിരോധം നിൽക്കുമ്പോഴും അതോടൊപ്പം കടമക്കുടിയിൽ 47 ഏക്കർ. അതിന്റെ ബാക്കി വിശദാംശങ്ങളിലേക്ക് വരാം. ഒരു മന്ത്രിസഭാ യോഗം ചേരുന്നു. അവിടെ 378 ഏക്കർ ഭൂമി പതിച്ചു നൽകാൻ തീരുമാനമെടുക്കുന്നു. എല്ലാ നോംസും അബ്സല്യൂട്ട്ലി അത് ലംഘിക്കപ്പെടുകയാണ്. പ്രദീപ്, നമ്മളവിടെ കാണേണ്ടത് ഒന്ന്, പ്രദീപ് ആദ്യം പറഞ്ഞ ഒരു പോയിന്റാണ്. അതായത് ഈ പറഞ്ഞ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം എടുത്തതിന് ശേഷം ആ തീരുമാനം പിൻവലിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അതുകൊണ്ട് ആ തീരുമാനം ജസ്റ്റിഫൈഡ് ആവുമോ? കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ഒരു പെൺകുട്ടി ഒരു ബലാത്സംഗം ചെയ്യപ്പെട്ടു. എന്നിട്ട് പ്രതി കോടതിക്ക് മുമ്പിലുണ്ട്. പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ വേണ്ടി ഞാൻ തയ്യാറാണ്, അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അത് വേണമെന്ന് ആദ്യം ഒരു കോടതി പറഞ്ഞു. അതിനുശേഷം ആ കോടതി എടുത്ത തീരുമാനത്തിനെ കൃത്യമായി സബോട്ടാഷ് ചെയ്ത് ട്രാഷ് ചെയ്ത് പുറത്ത് കളഞ്ഞുകൊണ്ടുള്ള മേൽക്കോടതി വിധി നമ്മൾ കണ്ടു. അതായത് ഒരു തെറ്റ് ചെയ്തിട്ട്, അത് ഏറ്റവും അന്യായമായിട്ടുള്ള ഒരു തെറ്റ് ചെയ്തിട്ട് ഈ തെറ്റ് ഞങ്ങൾ തിരുത്തുന്നു എന്ന് പറഞ്ഞാൽ ആ തെറ്റല്ലാതായി മാറില്ല. ഒരു വീട്ടിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാങ്കിൽ നിന്നും ഒരു കൂട്ടം ആൾക്കാർ പണം കൊള്ളയടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം പിടിക്കപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പോലീസ് അവരുടെ പിന്നാലെ കൂടിയപ്പോഴത്തേക്കും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് അയ്യോ ഞങ്ങളിത് ഈ പണം തിരിച്ചു തന്നിരിക്കുന്നു, അതുകൊണ്ട് മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ ആ മോഷണമല്ലാതായി മാറുമോ? ബലാത്സംഗമല്ലാതായി മാറുമോ? ഇതുപോലെ തന്നെ ഹീനവും നീചവുമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും കൂടെ സ്വത്തായിട്ടുള്ള ഈ ഭൂമിയെയും ഇവിടുത്തെ വിഭവങ്ങളെയും എല്ലാം തന്നെ നമ്മളെടുത്ത് കച്ചവടം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ആ ഡിഫൻസ് ഒരു ഡിഫൻസായ ഞാനതിനെ കാണുന്നില്ല. അതൊന്ന്. രണ്ട്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത്, അത് 2 പ്രധാന കാരണങ്ങൾ നമ്മൾ നോക്കണം. ഒന്ന്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വികസനത്തിനോടുള്ള സങ്കല്പം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വികസനത്തിനോടുള്ള സങ്കല്പം നമുക്ക് എങ്ങനെയൊക്കെ കാണാം? അവരുടെ പ്രസംഗങ്ങളിൽ കാണാം, പ്രഭാഷണങ്ങളിൽ കാണാം, അവരുടേതായി ഇറക്കുന്ന കഴിഞ്ഞ 5 വർഷത്തെ നേട്ടങ്ങൾ എന്താണ് എന്ന് പറഞ്ഞിറക്കുന്ന ചില ലഘുലേഖകളിലോ അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങളിലോ കാണാം. ഇതിലെവിടെയെങ്കിലും ഒരിടത്ത് നെൽവയലുകൾക്ക് വേണ്ടി ഞങ്ങൾ ഇത് ചെയ്തു, തണ്ണീർത്തടങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇത് ചെയ്തു, പരിസ്ഥിതിക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന കാര്യം ചെയ്തു, പ്രകൃതിക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന കാര്യം ചെയ്തു എന്ന് എവിടെയെങ്കിലും എഴുതി കണ്ടോ? മറിച്ച് എന്താണ് കണ്ടത്? ഹൈറൈസ് ബിൽഡിങ്ങുകൾക്ക് വേണ്ടി ഞങ്ങൾ ഇത് ചെയ്തു, ഇത്ര വലിയ കമ്പനികൾ ഞങ്ങൾ കെട്ടി ഉയർത്തി, പാലങ്ങൾ ഞങ്ങൾ കുറേ ചെയ്യുന്നു. അതായത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇപ്പം സമന്വയം എന്ന പേരിലുള്ള ഒരു പേപ്പർ, ഒരു 8 പേജ് വരുന്ന ഒരു കാര്യം, എല്ലാ ജില്ലയുടെയും വികസന സങ്കല്പവും ഒക്കെ ആയിട്ട് UDF സർക്കാരിൻ്റെ ഒരു പേപ്പർ എല്ലായിടത്തും സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഒരിടത്തു പോലും ഇപ്പറയുന്ന പരിസ്ഥിതിയും പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോലും കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ സാറിന് ഉറപ്പായിട്ടും തിരുത്താം. പക്ഷേ ഒരു കാര്യം പോലും ഞാൻ അവിടെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? വികസനം എന്ന സങ്കല്പത്തിൽ തന്നെ പരിസ്ഥിതിയെയും പ്രകൃതിയെയും ഉൾപ്പെടുത്തിയിട്ടില്ല, മറിച്ച് വലിയ കെട്ടിടങ്ങൾ കെട്ടുന്നതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആ ബേസിക് ഐഡിയോളജിയിൽ തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതും ഇതിനെ ഒരു പൊതു സ്വത്തായി നിലനിർത്തേണ്ടതും ഒക്കെ ആവശ്യമാണെന്ന് ആ പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസോ UDF വിശ്വസിക്കുന്നില്ല. ഒന്ന്. ഇനി 2, അത് രാഷ്ട്രീയ പാർട്ടിയുടെ ഐഡിയോളജിയിൽ വരുന്നതാണെങ്കിൽ മറ്റൊരു പ്രശ്നം നമ്മൾ നോക്കേണ്ടത്, ഇതിപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിലെ എല്ലാവരുടെയും കുറ്റമാണോ? ആണെന്ന് ഞാൻ വിശ്വസിക്കില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സർക്കാർ 2 രീതിയിലുള്ള സർക്കാരുകളുണ്ട്. ഒന്ന്, വളരെ സർക്കാരിനുള്ളിൽ തന്നെ വളരെ ഡെമോക്രസി വെച്ച് എല്ലാവരും അവരവരുടെ വകുപ്പുകൾ, ആ വകുപ്പുകൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നു. ഒരു അബ്സല്യൂട്ട് ഡെലിഗേഷനുള്ള രീതിയിൽ സർക്കാരിന് മുന്നോട്ട് പോകാം. അതല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ വകുപ്പുകളും ഞാനാണ് ഭരിക്കുന്നത് എന്നുള്ള രീതിയിൽ മുന്നിൽ നിന്നുകൊണ്ടും ഒരു സർക്കാർ മുന്നോട്ട് പോകാം. ഉമ്മൻചാണ്ടി സാറിൻ്റെ സർക്കാർ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാനാണ് ഇതിന്റെ നാഥൻ, ഞാനത് കൈകാര്യം ചെയ്തോളാം. അതാണ് എന്ത് സംഭവിച്ചിട്ടുണ്ടോ ഇതെല്ലാം എന്റേതാണ്, ഞാനാണ് എന്ന് പറഞ്ഞാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചരിത്രം കൂടെ കിടക്കുമ്പോഴത്തേക്കും നമുക്കിത് ഒരിക്കലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വകുപ്പിന്റെ തലയിൽ കൊണ്ട് വെച്ചു കൊടുക്കാൻ കഴിയില്ല. മറിച്ച് ഈ പറയുന്ന സർക്കാരിനെ ഇത്രയും നാൾ നയിച്ച ആളുടെ രീതിയിലേക്ക് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയത്തുള്ളൂ. അപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് തിരുത്തി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡിഫൻസ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കള്ളനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഒന്ന്. രണ്ടാമത്തത്, ഇതെന്തുകൊണ്ട് ചെയ്യുന്നു? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മുന്നണിയുടെയോ വികസനത്തിനെ കുറിച്ചുള്ള അജണ്ടയും ഐഡിയോളജിയും വീക്ഷണവും അങ്ങനെ ആകുന്നതുകൊണ്ടാണ്.
അതിനോടൊപ്പം ഈ പറയുന്നതിനെല്ലാം കുടപിടിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പരിപൂർണ്ണ സംരക്ഷണം കൂടെ ആകുമ്പോഴത്തേക്കും ഇതെല്ലാം നടക്കും. അപ്പോഴും എനിക്ക് അതിനകത്തുള്ളൊരു അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിരന്തരമായി ഇവർക്ക് ഇത് എങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഭരണപക്ഷത്തിന് മാത്രമല്ല, അവിടെ പ്രതിപക്ഷവും കൂടെ ഒന്ന് റീതിങ്ക് ചെയ്യണം. കാരണം എന്താണെന്നറിയോ, 3 വർഷം മുമ്പ് സോളാർ കേസ് വന്നു, അതിനുശേഷം ബാർ ഇഷ്യൂ വന്നു, അതിനുശേഷം വീണ്ടും ഈ പറയുന്ന ഒരു മാരകമായ ഒരു ക്യാബിനറ്റ് വന്നിരിക്കുകയാണ്. ഈ പറയുന്ന ഉമ്മൻചാണ്ടി സാറോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരോ ഒന്നും തന്നെ ഒരു 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 അഭിമാനത്തിൻ്റെ പുറത്ത് ശരിയായ തീരുമാനം എടുക്കുന്നു വരുത്തരുത്. അവരൊക്കെ മറ്റേ ടെഫ്ലോൺ പൂശി വെച്ചിരിക്കുകയാണ്. ഈ ടെഫ്ലോൺ പൂശി അവരിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ പൊടിയും ഈ അഴിമതി ഈ പറയുന്ന ആരോപണങ്ങളൊന്നും അവരുടെ ദേഹത്ത് എത്തുകയല്ല, എല്ലാം തട്ടി തെറിച്ചു പോകുമെന്നാണ് അവർ പറയുന്നത് ഇപ്പം. അപ്പോൾ കണ്ടിന്യൂസ് ആയി നിരന്തരമായ രീതിയിൽ ഇത് ചെയ്യുവാൻ വേണ്ടി ഭരണപക്ഷത്തിന് കിട്ടുന്ന ഒരു ധൈര്യം അതെന്താണെന്നുള്ളതിനെ കുറിച്ച് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിരന്തരം അഴിമതി. സാധാരണ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്തെങ്കിലും കുറച്ച് നല്ലവണ്ണം ചമയാൻ വേണ്ടി ശ്രമിക്കും. അവിടെയുമില്ല, പോണ പോക്കിൽ ഞങ്ങൾ ഇതും കൂടെ കൊണ്ടേ പോകത്തുള്ളൂ എന്നുള്ള രീതിയിൽ. ഇന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ മറ്റേ സമ്പത്ത് കാലത്ത് എന്തോ തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാന്ന് പറയുന്ന പോലെ അടുത്ത 5 വർഷക്കാലത്ത് ഇനി എന്തായാലും ഇല്ല. ആ 5 വർഷം കൂടെ നിൽക്കാനുള്ള കാശും കൂടെ ഉണ്ടാക്കിയിട്ട് വേണം പോകാനെന്ന് പറയുന്ന മാതിരി പോകുന്ന പോക്കിന് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ എടുത്തിട്ട് പോകുന്നു. ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളിൽ ഇത് ഏറ്റവും അപകടകരമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വികസനത്തിനെ കുറിച്ച് തീർത്തും തെറ്റായ സങ്കല്പമുള്ള ഒരു മുന്നണിയാണ് UDF എന്നുള്ളത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു കാരണം. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇത് നിരന്തരമായ രീതിയിൽ ഇത്തരത്തിൽ അഴിമതി നടക്കുവാനുള്ള ഒരു സാഹചര്യവും ഒരു ഇക്കോസിസ്റ്റവും കേരളത്തിൽ ഒരുങ്ങി നിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു ആംഗിളിൽ കൂടെ നമ്മൾ കാണേണ്ടതാണ്. ഈ 2 പ്രശ്നങ്ങളും കൊണ്ട് തന്നെ ഇറ്റ്സ് എ വെരി ക്രിട്ടിക്കൽ ഇഷ്യൂ ടു ബി ഹാൻഡിൽഡ്. യെസ്, ഡോക്ടർ വേണുമോഹൻ അദ്ദേഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പ്രതിരോധം കംപ്ലീറ്റ് പ്രവീൺ തകർത്തിരിക്കുന്നു. അറിയേണ്ട കാര്യം ഈ മോസ്റ്റ് ക്രിട്ടിക്കൽ എന്നാണ് പ്രവീൺ ഉപയോഗിച്ച വാക്ക്. അബ്സല്യൂട്ട്ലി. യെസ്, അവിടെ ആർക്കാണ് ഇതിന് പങ്കെന്നുള്ളതാണ്. മുഖ്യമന്ത്രി പറയുന്നു എനിക്കാണ് പങ്ക്, അടൂർ പ്രകാശ് പറയുന്നു മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് എല്ലാം ചെയ്തത്. ഇതിന്റെ ഇടയിൽ എവിടെയാണ് യാഥാർത്ഥ്യം? അതാണ് പ്രവീൺ ചോദിക്കുന്ന ചോദ്യവും. അങ്ങനൊന്നുണ്ടോ? ആദ്യം ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശക്തിധരൻ സാറും പ്രവീണും പറഞ്ഞത് എന്നെ മറുപടിയും കൂടെ പറയേണ്ട കാര്യമുണ്ട്. ഒന്ന്, ഈ ഭൂമാഫിയ കേരളത്തിൽ ശക്തിപ്പെട്ടു എന്നുള്ളൊരു സത്യമാണ്. അത് എന്തു തൊട്ടു തുടങ്ങിയെന്ന് പറയുമ്പോൾ 2005 ശേഷം 2006 തൊട്ടാണ് ഭൂമാഫിയയുടെ വിളയേറ്റവും റിയൽ എസ്റ്റേറ്റ് മാഫിയ തകർത്ത് തരിപ്പണമാക്കി കേരളത്തെ ഈ നിലയിൽ എത്തിച്ചതും അതോടൊപ്പം തന്നെ കൊട്ടേഷൻ ടീമും ഒക്കെ വിളയാടിയ ഒരു 5 വർഷം കേരളത്തിലുണ്ടായിരുന്നു. ഇന്ന് റിയൽ എസ്റ്റേറ്റ് മാഫിയ ഇല്ല, ഇന്ന് കൊട്ടേഷൻ ടീം ഇല്ല. കഴിഞ്ഞ 5 വർഷത്തെ ആ വ്യത്യാസം, ഇന്ന് നിങ്ങൾ ആ വ്യത്യാസങ്ങൾ മറക്കണം. നമ്മളങ്ങ് അടച്ചാക്ഷേപിക്കുമ്പം ഇന്നലെ അതുപോലെ തന്നെ റാന്നി, ചിത്ര, മാർത്താണ്ഡം കായലുകളടക്കം പതിച്ചെടുത്ത കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങും ന്യായീകരിക്കേണ്ടതാണ്. 25 മന്ത്രിസഭാ യോഗവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 378 ഏക്കർ ഭൂമി പതിച്ചു നൽകുന്നു. അതോടൊപ്പം തന്നെ 47 ഏക്കർ ഭൂമി പതിച്ചു നൽകുന്നു. ഏക്കറുകൾ പതിച്ചു നൽകുമ്പോഴാണ് കൊട്ടേഷൻ സംഘവും ഭൂമാഫിയയും ഒന്നുമില്ലാത്തൊരു സുതാര്യ കേരളത്തിന്. ഞാൻ ബാക്കി പറയണോ? പ്രദീപ്, ഇതിനകത്ത് മെയിൻ വിഷയം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ വികസന നയം തന്നെയാണ്. വികസനത്തെ ഒന്നും നമ്മൾ ചെറുതായി കാണരുത്. നമുക്കറിയാം, ഞാൻ ധനുവച്ചോരം BTM NSS കോളേജിൽ അധ്യാപകനായിരുന്നു. 25 കിലോമീറ്റർ ദൂരത്തിൽ നമ്മൾ പോകുമ്പം 2 മണിക്കൂർ യാത്ര ചെയ്യണമായിരുന്നു. ആ മേഖലയിലൂടെയൊക്കെ പ്രവീണൊക്കെ ഒന്ന് കടന്നു പോകണം. ആ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന വികസനത്തിന്റെ ഒരു വലിയ ജനകീയ മുഖമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഗവൺമെന്റിന്റെ വീഴ്ചകൾ കാണുമ്പോൾ സാന്റിയാഗോ മാർട്ടിന്റെ ആയിരക്കണക്കിന് അതുകൊണ്ടാണോ നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെ? അതുകൊണ്ടാണോ എന്റെ ചോദ്യം? അതുകൊണ്ടാണോ 4 റോഡ് ഉണ്ടാക്കി എന്നുള്ളത് 6 പുഴ വിൽക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. 4 റോഡ് ഉണ്ടാക്കുന്നത് 6 പുഴ വിൽക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അല്ലല്ലോ 6 പാലങ്ങൾ ഉണ്ടാക്കുന്നത് 60 കുന്നുകൾ ഇടിച്ചു നിരത്താൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമല്ലല്ലോ. നിങ്ങളിപ്പോ പറഞ്ഞു ഇവിടെ ഭൂമാഫിയ ഇല്ല, കൊട്ടേഷൻ സംഘമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇപ്പം ഈ കഴിഞ്ഞ ഫെബ്രുവരി 25-ാം തീയതി ഇങ്ങനെ തിരക്കിട്ടൊരു കാര്യം ചെയ്തത്? എന്ത് വികസനത്തിന് വേണ്ടിയിട്ടാണ്? എന്ത് വികസനത്തിന് വേണ്ടി പറഞ്ഞതാ, ഞങ്ങൾ അംഗീകരിച്ചു തരാം. അല്ല, ചില പാളിച്ചകൾ ഗവൺമെന്റിന് പറ്റിയിട്ടുണ്ട്. വികസനത്തിന്റെ കാര്യത്തിൽ ഇത്രയും കേരളത്തിൽ മുന്നോട്ട് പോയ ഒരു ഗവൺമെന്റും സാന്റിയാഗോ മാർട്ടിൻ അടക്കം ചോദ്യം ഇതൊന്നും നമ്മൾ കണ്ണടച്ചിരുട്ടാക്കരുത്.
നന്മ ചെയ്ത ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ അദ്ദേഹത്തെ ഏത് ആയുധം എടുത്ത് അടിക്കാൻ നോക്കി. അവസാനം ബലാത്സംഗ വീരനാക്കാൻ വരെ നോക്കി. ഒരു ജനകീയനായ മുഖ്യമന്ത്രിയെ 72 വയസ്സുള്ള മുഖ്യമന്ത്രിയെ ബലാത്സംഗ വീരനാക്കാൻ വരെ നോക്കി. വികസനത്തിന്റെ കാര്യത്തിൽ ഈ ഗവൺമെന്റിന് രണ്ട് വ്യക്തികളെ കമ്പയർ ചെയ്യുന്നതാണെന്ന് ഒരിക്കലും കരുതരുത്. അതല്ല, ഒരാശയം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദാഹരണമായി മാത്രം കണ്ടാൽ മതി. ഈ വീരപ്പനെ കുറിച്ച് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാണെന്നറിയാവോ? അദ്ദേഹം ഒരു ഭയങ്കര സംഭവമാണ്. ആ നാട്ടുകാരോട് നിങ്ങൾ പോയി ചോദിക്ക് അദ്ദേഹം മോശക്കാരനാണോ എന്ന്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരോട് നിങ്ങൾ പോയി ചോദിക്ക് അദ്ദേഹം മോശക്കാരനാണോ എന്ന്. അവിടുത്തെ പാവപ്പെട്ടവരോട് നിങ്ങൾ പോയി ചോദിക്കുക മോശക്കാരനാണോ എന്ന്. രാഷ്ട്രീയക്കാർ കൊടുക്കുന്നതിനേക്കാളും അവരെയൊക്കെ അദ്ദേഹം പോറ്റി വളർത്തുകയാണ് എന്ന് കരുതി അദ്ദേഹം ചെയ്താലേ ശരിയാവൂ? അതുകൊണ്ട് ഒരു സൈഡിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പുറത്തെ ഒരുപാട് കുറ്റങ്ങൾ ചെയ്യുവാനും കൈയിട്ട് വാരുവാനുള്ള സ്വാതന്ത്ര്യം ജനകീയ കോടതിയിലേക്ക് വന്നില്ലയോ? ജനകീയ കോടതിയിൽ ഇതാണല്ലോ ഏറ്റവും വലിയ ആരോപണം. ജനകീയ കോടതിയിൽ തെളിയിക്കാമെന്നുള്ളതാണല്ലോ ആരോപണം. കഴിഞ്ഞ ഒരു 3-4 ടേംസ് ആയിട്ട് കണ്ടിന്യൂസ് ആയി ഗുജറാത്തിൽ നരേന്ദ്രമോദിയാണ് അല്ലെങ്കിൽ BJP ആണല്ലോ ജയിക്കുന്നത്. അവിടെ ജനകീയ കോടതിയിൽ അവരാണല്ലോ ജയിച്ചത്. അതുകൊണ്ട് കോൺഗ്രസ് വായും മൂടി മുഖംമൂടിയായിട്ടോ അല്ലെങ്കിൽ അത് ഡോക്ടർ വേണുമോഹൻ ഉദാഹരണമായി പ്രവീൺ ചൂണ്ടിക്കാണിച്ചതാണ് ആ കാര്യം. അങ്ങനെയാണല്ലോ പ്രവീൺ? അതൊരു കമ്പാരിസൺ. ജനകീയ കോടതിയിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇതുവരെ ചെയ്ത അഴിമതിയെ എല്ലാം ന്യായീകരണമാകുമെങ്കിൽ ജനകീയ കോടതിയിൽ ജയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഡോക്ടർ വേണുമോഹൻ ചോദിക്കാനുള്ളത് ഫെബ്രുവരി 25 മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ എനിക്ക് ചോദിക്കാൻ ഇത്രയേ ഉള്ളൂ, അതിലോട്ടൊന്നും പോകണ്ട. ആ തീരുമാനത്തിൽ നാം ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിടുന്നത് കടമക്കുടി വയൽ നികത്തൽ സംബന്ധിച്ചാണ്. എല്ലാ പ്രൊസീജിയേഴ്സും ലംഘിച്ചുകൊണ്ട് അങ്ങനൊരു തീരുമാനമെടുക്കാൻ പ്രേരണയായ ചില ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ആ ഘടകങ്ങളാണ് പറയുന്നത് ഭൂമാഫിയയ്ക്ക് സംസ്ഥാനത്തെ അടിയറ വെക്കുന്നു. ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റ് അടക്കം പറഞ്ഞ് തിരുത്തി. പക്ഷെ അവിടെയുണ്ടായ ആ തീരുമാനത്തിലേക്ക് പോയ ഒരു കാര്യങ്ങളുണ്ടല്ലോ, ഇത് പുറത്തു വന്നത് മാത്രം, ഇനി എത്ര കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ആ സാഹചര്യത്തെ താങ്കൾ ഏതു തരത്തിൽ വിലയിരുത്തും? ഞാൻ പ്രദീപ് അത് പറയാം. ഭൂമാഫിയ കേരളത്തിൽ ഡോക്ടർ വേണുമോഹൻ, ഞാനൊരു കാര്യം പറയട്ടെ. എല്ലാ രാഷ്ട്രീയക്കാരും സത്യസന്ധരായിരിക്കണം, ആണോ? അങ്ങനെ ആകണമെന്നില്ലല്ലോ. ഇല്ല, താങ്കൾ സത്യസന്ധനാണോ? സത്യം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. അത് ശ്രീനാരായണ രാഷ്ട്രീയപരമായിട്ട് എനിക്ക് സത്യസന്ധത പുലർത്താൻ എനിക്ക് ആരോടും വിധേയത്വമില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, 378 ഏക്കർ ഭൂമി സംസ്ഥാനത്തിന്റെ ഭൂമിയാണ്. 378 ഏക്കർ മെത്രാൻ കായലിൽ 47 ഏക്കർ നെൽവയൽ നികത്താനും അനുമതി കൊടുത്തിരിക്കുന്നു റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. അതിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇനി അത് മാത്രമല്ല, ഫെബ്രുവരി 20 ഹോപ്പ് പ്ലാന്റേഷൻ, അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് വിശദമായി വരണ്ട. സ്ട്രെയിറ്റ് ആയിട്ടാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ആ മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത തീരുമാനം എല്ലാ ചട്ടങ്ങളും ലംഘിച്ചു എന്ന് പറയുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളിൽ എവിടെയൊക്കെ അതിന്റെ കോക്കസ് നടന്നു? റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് വരുന്നു, പരിസ്ഥിതി സൗഹൃദ സമിതികളുടെ ഉത്തരവ് വരുന്നു. ഇതൊക്കെ ഒന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ ഹൈജാക്ക് ചെയ്തുകൊണ്ട്, പ്രവീൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ് ഒരു സർക്കാരിന്റെ നയം? ആ സർക്കാരിന്റെ നയം ഭൂമാഫിയയ്ക്ക് അനുകൂലമാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ബൈപ്പാസിംഗ് നടത്തിക്കൊണ്ടെടുത്ത തീരുമാനത്തെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, ഭൂമാഫിയെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു ഗവൺമെന്റിൽ നിന്നും ഇത് മാറി ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റ് വന്നപ്പോൾ ഒരു കേസ് പറ ഇതുപോലെ ചക്കട്ടപ്പാറ തൊട്ട് സാറിങ്ങോട്ട് തുടങ്ങി നിങ്ങൾക്കും സീറ്റ് കൊടുക്കാൻ ചക്കട്ട ചക്കിട്ടപ്പാറയുടെ പ്രശ്നമാണല്ലോ അല്ലേ? എന്തേ കൃത്യമായ രീതിയിൽ കേസ് അന്വേഷിച്ച് അങ്ങ് ശിക്ഷിക്കാതെ? 5 വർഷം ഇരിപ്പുണ്ടായിരുന്നല്ലോ കുത്തി. ശിക്ഷിക്കാത്ത എന്തേ? അതിന്റെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഡോക്ടറെ ഞാനൊന്ന് ചോദിക്കാം, 5 വർഷം കിട്ടിയതല്ലേ?
ആ ഇളവരം കരീമിനെ നിങ്ങൾക്ക് ശിക്ഷിക്കാൻ അതിനകത്തൊക്കെ പാടില്ല. എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത് നമുക്കറിയാം. അതിനകത്തൊക്കെയുള്ള അതിനകത്തൊക്കെയുള്ള ഒത്തുകളികളും അറിയാം. സോളാർ കേസ് നമ്മൾ പറഞ്ഞ സെക്രട്ടേറിയറ്റ് വളഞ്ഞത് ഒറ്റ ദിവസം കൊണ്ട് തീർന്നത് നമുക്കറിയാം. ഡോക്ടർ പി ഗോപിനാഥൻ പിള്ള, വിഷുവിന്റെ തലേ ദിവസമാണ് നമ്മളിത് സംസാരിക്കുന്നത്. അതെ, വിഷുവിന്റെ തലേ ദിവസം കാർഷിക സമ്പൽ സമൃദ്ധിയെക്കുറിച്ച് വളരെ പേര് കേട്ട ഒരു കേരളത്തിൽ ഇന്ന് കണിയൊരുക്കുകയാണ് കേരളം. ആ കണിയൊരുക്കലിന്റെ മുഹൂർത്തത്തിൽ എല്ലാ മലയാളികളും, അത് കേരളത്തിൽ നിന്നുള്ള ലോകമെമ്പുമുള്ള മലയാളികൾ കണിയൊരുക്കലിന്റെ തിരക്കിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഏക്കർ കണക്കിന് ഭൂമി, കൃഷിഭൂമി കൃഷിയോഗ്യമല്ല എന്ന് കള്ളർ റിപ്പോർട്ട് എഴുതി വൻകിട മാഫിയകൾക്ക് തീരെഴുതുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭൂമി. താങ്കൾ ആ രംഗത്ത് പഠനം നടത്തുന്ന ആളാണ്, സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ആളാണ്, അധ്യാപകനാണ്, യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. ഏത് തരത്തിൽ കാണും? കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോട് ഈ ഗവൺമെൻറ് കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയാണ് നമ്മുടെ ഭൂമി ലാൻഡ് ഷാർക്കുമാർക്ക്. അത് ഞാൻ അങ്ങനെയാണ് കാണുന്നത്, മാഫിയേക്കാൾ ഷാർക്ക്. ശ്രീ ജേക്കബ് തോമസ് ഉപയോഗിച്ച ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സ്രാവുകളാണ്. ഈ സ്രാവുകൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിലെ ജനങ്ങളോട്, കേരളത്തിലെ പ്രകൃതിയോട്, കേരളത്തിലെ സാധാരണക്കാരായ ആളുകളോട് ഈ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഗവൺമെൻറ് കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം കടമക്കുടി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ അവിടെ കുടിക്കാൻ വെള്ളമില്ല, അവർക്ക് സഞ്ചരിക്കാൻ റോഡില്ല. അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും ഡിപ്ലോറബിളായിട്ടുള്ള അവസ്ഥയാണ്. ഈവൻ ഹൈക്കോടതി തന്നെ ഗവൺമെൻറ്റിനോടും പഞ്ചായത്തിനോടും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്നും പരിഗണിക്കാതെ അവിടുത്തെ ജനങ്ങളുടെ ജീവനും അതേപോലെ സ്വത്തിനും ഒന്നും സംരക്ഷണം കൊടുക്കാതെ യാതൊരു വികസന പ്രവർത്തനവും അവിടെ നടത്താതെ ആർക്ക് വേണ്ടിയാണ് ഈ ടൂറിസം പ്രോജക്റ്റ്? ആർക്ക് വേണ്ടിയാണ് ഈ ടൂറിസം പ്രോജക്റ്റ്? ഇതിന് എന്ത് പബ്ലിക് ഇതാണുള്ളത്? പൊതുജന താല്പര്യം എന്നാണ് പറയുന്നത്. എന്താണ് പൊതുജന താല്പര്യം? അവിടെ ഒരു പിന്നെ 5 സ്റ്റാർ ഹോട്ടൽ വരാൻ പോകുന്നുണ്ട് ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട്. ആയുർവേദ സ്പാ വരാൻ പോകുന്നുണ്ട്. അതേപോലെയുള്ള റിസർച്ച് സെന്റർ വരാൻ പോകുന്നു. ഇത് ആർക്ക് വേണ്ടിയാണ്? അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ സോഷ്യലി ബാക്ക്വേർഡാണ്, ഇക്കണോമിക്കലി ബാക്ക്വേർഡാണ്, എഡ്യൂക്കേഷണലി ബാക്ക്വേർഡാണ്. നാച്ചുറലായിട്ടുള്ള സ്ഥലമാണ് അവിടെയുള്ളത്. ഇപ്പോഴെങ്കിലും നമുക്ക് കേരളത്തിൽ എന്തെങ്കിലും നമ്മുടെ പഴയ സംസ്കാരവും നമ്മുടെ പഴയ പ്രകൃതിയും നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുമെങ്കിൽ അത് നമ്മൾ കടമക്കുടിയിലേക്ക് പോകണം. എന്തിനാണ് നമ്മൾ ഈ ക്രൂരത കാണിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ്? എന്ത് വികസനമാണ് അവിടെ നടക്കാൻ പോകുന്നത്? അല്ല, അതേ ഡോക്ടർ വേണുമോഹനോട് ഞങ്ങൾ ചോദിച്ചുള്ളൂ. ആ ചോദ്യമാണ് ഉയർത്തുന്ന ചോദ്യം. ഡോക്ടർ വേണുമോഹൻ, അവിടെ ഒരു രാഷ്ട്രീയം, SRSന് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയം ഉണ്ടാകും. പ്രവീണും ഡോക്ടർ പി ഗോപിനാഥൻ പിള്ളയും ചോദിക്കുന്ന, കടമക്കുടിയെ ഏറ്റവും അടുത്ത് പഠിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം, അതിന്റെ സൗഹൃദ അന്തരീക്ഷം. താങ്കൾ അടക്കം പറയുന്നു വികസനമാണ്. മൾട്ടി പ്രോജക്ട്സിനെ കുറിച്ച് പറയുമ്പോൾ വിഷുവിന്റെ തലേ ദിവസം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഫെബ്രുവരി 25-ന് കേരളത്തിന്റെ എല്ലാ സാമൂഹ്യ അവസ്ഥയും തകിടം മറിച്ചുകൊണ്ട് ആഗോള ടൂറിസം നിക്ഷേപം വരും എന്ന വ്യാമോഹം ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ചില ന്യായീകരണങ്ങൾ കൂടിയെങ്കിലും സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് കടമക്കുടി അടക്കമുള്ള ഏക്കർ കണക്കിന് ഭൂമിയെ തീരെഴുതാൻ ശ്രമിക്കുമ്പോൾ അതിലുണ്ടാകുന്ന വലിയ വലിയ ഇടപെടലുകളുടെ രഹസ്യമെന്ത്? ഫെബ്രുവരി 25-ന്റെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ചുകൊണ്ട് കടമക്കുടിയിൽ വയൽ നികത്താൻ അനുമതി നൽകിയത്. ഉത്തരവുകൾ തിരുത്തപ്പെടുമ്പോഴും സംസ്ഥാനത്ത് ഭൂമാഫിയയുടെ ആധിപത്യം ഒരു സർക്കാരിനെ ഏതൊക്കെ തരത്തിലാണ് കീഴടക്കുന്നത്? SRSലേക്ക് ഡോക്ടർ വേണുമോഹൻ ചൂണ്ടിക്കാണിക്കുന്നു, നാം മെത്രാൻ കായലിനെ കുറിച്ചും കടമക്കുടിയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ വികസനം എന്നുള്ള അജണ്ടയ്ക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെതായ പ്രതിരോധം ഒരുക്കാം. പക്ഷെ ആ പ്രതിരോധങ്ങൾക്ക് അപ്പുറത്തേക്ക് കഴിഞ്ഞ 5 വർഷം ഈ UDF സർക്കാരല്ല, മുന്നത്തെ സർക്കാർ സ്വീകരിച്ച മാഫിയകളെ സഹായിക്കുന്ന നടപടികളുടെ ഒരു തുടർ പ്രക്രിയ UDF സർക്കാർ നടത്തുന്നു. ആ തരത്തിലാണ് അത് എടുക്കുന്നത്. അല്ല, പ്രതിരോധം ഉയർത്തുന്നത് അങ്ങനെയല്ല. പ്രതിരോധം ഉയർത്തുന്നത് ഇതൊക്കെ പണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൽ നടന്നിരുന്ന സംഭവങ്ങളാണ്. അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ എവിടെ നിർത്തി? ലഘൂകരിച്ചു. ഞാൻ പറഞ്ഞു, വികസനം എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുച്ചൂടും മുടിക്കുന്ന
ഒരു ഭരണമാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കൊട്ടിക്കലാശമാണ് ഫെബ്രുവരി 25 ക്യാബിനറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം എടുത്തിട്ടുള്ള നടപടികളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മുച്ചൂട് മുടിക്കുന്ന നടപടികളായിരുന്നു. അതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനം കുറേ കൂടി വിജിലൻ്റ് ആയതുകൊണ്ട് ഇതെനിക്ക് തോന്നുന്നു വേറൊരു സംസ്ഥാനത്തിനാണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊന്നും വെളിയിൽ വരില്ല. അതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. പിന്നെ അതിനകത്തൊരു നയം കോൺഗ്രസ്സിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ ലീഡർഷിപ്പിന് പോലും ഇതിന് ന്യായീകരിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അതുപോലും മറ്റേ നാണം കെട്ടവൻ്റെ ഇതെന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ് ഈ കോൺഗ്രസ്സുകാർ. ഇപ്പോഴും ഡോക്ടർ പോലെയുള്ളവർ ന്യായീകരിക്കുമ്പോൾ ന്യായീകരിച്ചോട്ടെ. അവിടെ പ്രതിപക്ഷ നേതാവിന്റെ ശക്തമായ നിലപാട് ഒരു പരിധിവരെ KPCC അതിനുശേഷം KPCC പ്രസിഡന്റ് ശക്തമായ നിലപാട്, മാധ്യമങ്ങളുടെ ഇടപെടൽ, ഇത് രണ്ടുമില്ലായിരുന്നെങ്കിൽ SRS എത്ര അപകടകരമാണ് ഈ കണക്കുകൾ. ഒരു സംശയമില്ല. ഡോക്ടർ പ്രവീൺ പറഞ്ഞതുപോലെ നമ്മുടെ വികസനത്തിൻ്റെതായ കാഴ്ചപ്പാട് തന്നെ ശരിയല്ല. ഇവിടെ പ്രകൃതിയും അതുപോലെ തന്നെ പരിസ്ഥിതിയും ഇല്ലാതെ എന്ത് വികസനമാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്? നമുക്ക് നമ്മളുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വികസനമല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇവിടെ വലിയ ട്രാമോ അതോ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഇത് വളരെ ദുർബലമായൊരു സംസ്ഥാനമാണ് നമ്മുടേത്. ഇവിടത്തൊക്കെ ആവശ്യമായിട്ടുള്ള വികസനം ഇതൊന്നുമല്ല. ഞാൻ ഒരു കാര്യം പറയാം. മൊറാർജി ദേശായി അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്തൊരു കാര്യം പറഞ്ഞു, നമ്മളെന്തിനാ വെറുതെ ഈ ആണവായുധവും കുന്തവും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നത്? നമുക്കത് വാങ്ങിയാൽ പോരെ അതിൻ്റെ ടെക്നോളജി. ഇതിനു വേണ്ടി നമ്മളിവിടെ കോടിക്കണക്കിന് രൂപ, അതേസമയം ആ പണം ഉപയോഗിച്ച് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി വേറെ എന്തെങ്കിലും ചെയ്യുക, ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, കൈത്തൊഴിലുകാർക്ക് വേണ്ടിയിട്ട്. അതുപോലുള്ളൊരു നയമാണ് ഇവിടെ വേണ്ടത്. അങ്ങനത്തെ ഒരു വികസന സമീപനമല്ല ഈ ഗവൺമെൻറ് ഉണ്ടായിട്ടുള്ളത്. ഈ ഗവൺമെൻറ്റിൻ്റെ വികസന സമീപനം എന്ന് പറഞ്ഞാൽ അവരുടെ പോക്കറ്റ് വീർപ്പിക്കുക എന്നുള്ളത് മാത്രമുണ്ട്. ഇല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ പാനലിലിരിക്കുന്നത് പറയാൻ പറ്റുമോ? വേണം പോക്കറ്റ് വീർപ്പിക്കുക. അതിന് ഉദാഹരണം ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ വേണുമോഹൻ, എവിടെ എനിക്ക് ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ, അതിനേക്കാളും താങ്കളുടെ അധ്യാപകനാണ്, അതൊക്കെ ഞാൻ സമ്മതിച്ചുകൊണ്ട് തന്നെ ഇരിക്കട്ടെ, റവന്യൂ വകുപ്പിൻ്റെയും ആ സമ്മർദ്ദം നിലനിൽക്കുമ്പോൾ മന്ത്രി പറഞ്ഞു, മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് ഞാൻ എല്ലാം ചെയ്തത്. ചീഫ് സെക്രട്ടറി പത്രസമ്മേളനം നടത്തി. പ്രവീൺ, എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് തോന്നുന്നു. ചീഫ് സെക്രട്ടറിയുടെ പത്രസമ്മേളനം എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞങ്ങൾക്കിതിൽ ഒരു ഉത്തരവാദിത്വമില്ല. മന്ത്രിമാരാണെങ്കിൽ ആരാണ് ഈ മന്ത്രിമാർ? ഇത്രയും ഹൈജാക്കിംഗ് പവറായിട്ട് ഒരു മന്ത്രിസഭാ യോഗം ചേരുന്നു, ഒരു നടപടിക്രമങ്ങളും ഇല്ലാതെ ഒരു തീരുമാനം എടുപ്പിക്കാൻ കഴിയുമെങ്കിൽ താങ്കൾ പറയുന്നു അത് തെറ്റായ തീരുമാനമാണ്, തിരുത്തിയെന്ന്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ ഘടകങ്ങളെ താങ്കൾ വിമർശിക്കുന്നുണ്ടോ ഈ നിമിഷമെങ്കിലും? അതിനു മുമ്പ് ഒരു കാര്യം, ഈ പരിസ്ഥിതിയെ കുറിച്ച് അല്ലല്ല, എനിക്ക് പരിസ്ഥിതി ഒന്നും വേണ്ട. ഞാൻ താങ്കളോട് സ്ട്രെയിറ്റ് ആയിട്ടാണ് എന്റെ ചോദ്യം ചോദിക്കുന്നത്. പരിസ്ഥിതിയോ അല്ലെങ്കിൽ കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത കാര്യങ്ങൾ, ഗവൺമെന്റുകൾ എടുക്കുന്ന കാര്യങ്ങൾ തിരുത്താനാണ് അടുത്ത സർക്കാർ. അതുകൊണ്ടാണല്ലോ ഡോക്ടർ വേണുമോഹൻ, താങ്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്നുണ്ടല്ലോ, താങ്കളുടേതായ അവസ്ഥകളിലെങ്കിലും അവിടെ താങ്കൾ എന്താ പറയുന്നത്? UDFന്റെ പ്രകടന പത്രികയെ കുറിച്ച് താങ്കൾ സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഉണ്ടോ? പ്രകടന പത്രിക അനുസരിച്ചാണോ നിങ്ങൾ പ്രചാരണം നയിക്കുന്നത്? അല്ല, ആയിക്കോട്ടെ, താങ്കളുടെ നേതാക്കൾ പോകും, താങ്കൾ കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ UDFന് വേണ്ടി വാദിക്കാൻ വന്നിരിക്കുമ്പോൾ ഈ ഘട്ടത്തിൽ UDFന് വേണ്ടി വാദിക്കാൻ നിൽക്കുന്ന ആളല്ല. അല്ല, ഞാൻ ഒരു പാർട്ടിക്കും വേണ്ടി പ്രചരണത്തിന് പോകാൻ പറ്റുന്ന ആളല്ല. ഞാൻ നിഷ്പക്ഷമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ആ നിഷ്പക്ഷതയിൽ താങ്കളുടെ നിലപാടെന്ത്? ഈ ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഉണ്ടായ ചില തിരക്കിട്ട ചില നടപടിക്രമങ്ങൾ, അത് നമ്മൾ മുമ്പ് ഇവിടെ ചർച്ച ചെയ്തതാണ്. അന്ന് അതിൽ ചില പാളിച്ചകൾ പറ്റിയെന്നുള്ളത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് റദ്ദാക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ച് പറയുമ്പം, കേരളത്തിന്റെ ഈ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ പരിസ്ഥിതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പേരിലാണ് PT തോമസ് ഒന്നും അല്ലാതായതും കേരളത്തിൽ 2-3 ലോക്സഭാ മണ്ഡലങ്ങളിൽ പരിസ്ഥിതിക്ക് അനുകൂലമായിട്ട് ശബ്ദിക്കുന്നവരെ അടിച്ചമർത്തിയതിന്റെ ഫലമായിട്ടാണ് LDFന് 2-3 റിപ്പോർട്ടിലും ഒക്കെ പറയുന്ന വീര്യം നമ്മൾ കാണണം. പോയിട്ട് ഭൂമാഫിയക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിക്കാരെ തന്നെ ഒന്നും ഇല്ലാതാക്കിയത് കേരളത്തിൽ പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുവാൻ നിൽക്കുന്ന കൂടുതൽ ആൾക്കാരെന്ന് കോൺഗ്രസ്സുകാരാ. ആയിക്കോട്ടെ, അങ്ങനെയുള്ള കോൺഗ്രസ്സുകാർ താങ്കൾ അടക്കം വിശ്വസിക്കുന്നതാണല്ലോ. താങ്കളുടെ ഒരു കാഴ്ചപ്പാടുണ്ട്, ആ ഗാന്ധിയൻ കാഴ്ചപ്പാടിനെ അട്ടിമറിച്ചു മന്ത്രിസഭ. ഫെബ്രുവരി 25 മന്ത്രിസഭ, അതാണ് പീപ്പിൾ ടിവിയുടെ റിപ്പോർട്ട്. എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ചു, തിരുത്തി എന്നും താങ്കൾ പറയുന്നു. താങ്കൾ പറയുന്നുണ്ടെങ്കിൽ ആ തിരുത്തലിന്റെയും തീരുമാനമെടുക്കലിനും ഒരു ഇടയിലൊരു സമയമുണ്ടല്ലോ, അവിടെ സംസ്ഥാനത്തിന്റെ ഭൂമാഫിയ ഈ മന്ത്രിസഭയ്ക്ക് മേൽ ആധിപത്യം പുലർത്തിയിരുന്നോ? അല്ല, ഭൂമാഫിയ കേരളത്തിൽ ശക്തമല്ലയോ?
അതിനെ ഒരു പരിധി വരെ നിയന്ത്രിച്ചു നിർത്തിയത് ഉമ്മൻചാണ്ടി സാറിന്റെ സർക്കാരാണ്. ഒരു പരിധി വരെ എന്നിട്ട് ആ ഭൂതത്തേക്ക് തുറന്നു നിങ്ങൾ വിട്ടോ. ഇന്നലകളെ മറക്കരുത്. ഇന്നലകളിലേക്കാണ് ഞാൻ പറഞ്ഞോട്ടെ, സമയത്തിന്റെ കേരളത്തിന്റെ ഡോക്ടർ വേണുമോഹൻ ദയവായി ഒന്ന് ശ്രദ്ധിക്കൂ, ദയവായി ഒന്ന് ശ്രദ്ധിക്കൂ. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ മുൻ സർക്കാരിന്റെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അല്ല, പരിസ്ഥിതി നിങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്കത് പറഞ്ഞല്ലേ പറ്റൂ. ഞങ്ങൾ എന്നുള്ള വിഷയമല്ല, പരിസ്ഥിതിയോടുള്ള നിങ്ങളുടെ കൂറ് നമുക്ക് മനസ്സിലാവും. പറഞ്ഞ കാര്യം കഴിഞ്ഞ സർക്കാരിന്റെ കാര്യങ്ങൾ നമുക്ക് എടുക്കാം. ഈ ഗവൺമെന്റ് വന്നപ്പോഴാണ് ലാൻഡ് മാഫിയയും റിയൽ എസ്റ്റേറ്റ് രണ്ട് പോയിന്റ്. ഒന്ന്, ഒരു സർക്കാരിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചരിത്രത്തിനെ മറന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ആ താല്പര്യത്തിനെയും ആ ചരിത്രബോധത്തെയും ഞാൻ കൃത്യമായി ബഹുമാനിച്ചുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരു സർക്കാർ ചെയ്തു എന്നുള്ളത് എവിടെയാണ് അടുത്ത സർക്കാരും അത് തന്നെ ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ കാര്യം, ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നും പാളിച്ചകൾ പറ്റി അഴിമതി നടന്നു, ഭൂമാഫിയെ സഹായിച്ചു എങ്കിൽ ആ പറയുന്ന ചെയ്ത ആൾക്കാർക്കെതിരെ കൃത്യമായ രീതിയിൽ കേസെടുക്കുകയും പ്രോസിക്യൂട്ട് ചെയ്യുന്നില്ല. ഇന്ന് ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും പാനലിൽ നിൽക്കുന്ന, ഇടതുപക്ഷത്തിന്റെ പാനലിലോ അല്ലെങ്കിൽ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാൾക്കെതിരായിട്ട് ക്രെഡിബിൾ ആയ ഒരു ആരോപണമോ ഒരു കേസോ ഈ 5 വർഷം ലംബോദരൻ 375 കോടി ഈ ലംബോദരൻ എന്ന് പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ ഈ ലംബോദരൻ എന്ന് പറഞ്ഞ ആളെ ഡൽഹിയിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലാണോ താമസിക്കുന്നത്? ഓപ്പറേഷൻ കുമാരി അടക്കം ഒട്ടേറെ കാര്യങ്ങളാണ് ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്കൾ ദയവായി ഒന്ന് ശ്രദ്ധിക്കൂ. 2016 എന്റെ ചോദ്യം പ്രവീൺ പറഞ്ഞെടുത്ത് നിർത്തിയിട്ടാണ്. 2016 UDF ഒരു പ്രകടന പത്രിക ഉണ്ടോ? അതിറക്കുമല്ലോ UDF. അല്ല, ആയിക്കോട്ടെ 2011 UDF ഒരു പ്രകടന പത്രിക ഉണ്ടായിരുന്നു. 2016 ഇറക്കുന്നത് അവിടെ നിൽക്കട്ടെ. 2011 UDF ഒരു പ്രകടന പത്രിക ഉണ്ടായിരുന്നു. എന്തിനാണ് ഈ പ്രകടന പത്രികകൾ? ആ 5 വർഷം ആ ഗവൺമെന്റ് വന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രകടനം അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോയകാല ഗവൺമെന്റിന്റെ തെറ്റായ നിലപാടുകൾ തിരുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാകും. മറ്റൊരു പാർട്ടി അങ്ങനെയാണെങ്കിൽ തിരുത്തിയെങ്കിൽ, താങ്കൾ പറയുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാര്യങ്ങളൊക്കെ തിരുത്തിയെങ്കിൽ ഫെബ്രുവരി 25 മന്ത്രിസഭാ യോഗത്തിൽ കണക്കുകളടക്കം പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞു 378 ഏക്കർ കടമക്കുടിയിൽ എന്തിനാണ് കള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ ഉണ്ടാക്കിയത്? കടമക്കുടിയിൽ കൃഷിഭൂമിയാണെന്ന് ഡോക്ടർ പി ഗോപിനാഥൻ പിള്ള താങ്കൾക്ക് അറിവുള്ള കാര്യമാണ്. കടമക്കുടി അബ്സല്യൂട്ട്ലി നാച്ചുറൽ പ്ലേസ് തന്നല്ലോ, അതിന്റെ എല്ലാ വൈവിധ്യങ്ങളോടും കൂടിയത്. അവിടെ ഫെബ്രുവരി 25 എല്ലാ പ്രൊസീജിയേഴ്സും തിരുത്തി. എന്തിനാണ് താങ്കളുടെ സർക്കാർ ജില്ലാ കളക്ടറെ കൊണ്ട് 2007 മുമ്പ് ഇവിടെ കൃഷിയില്ല എന്ന് റിപ്പോർട്ട് ചെയ്യിപ്പിച്ചത്? ഉദ്യോഗസ്ഥർ പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. ബഹുപദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ പറയുന്നു താങ്കളുടെ സർക്കാർ 2007 താങ്കൾ ഈ പറഞ്ഞ തെറ്റിദ്ധരുത്തൽ സർക്കാരാണോ ഈ കേരളത്തിൽ അധികാരത്തിലിരുന്നത്? ആണോ? 2007 മറുപടി ഉറച്ചു പറയൂ. പ്രതിരോധിക്കുമ്പോൾ മാത്രമല്ല, ചോദ്യങ്ങളോട് മറുപടി ഉണ്ടാകണം. 2007 ഏതു സർക്കാരാണ് ഇവിടെ അധികാരത്തിൽ ഉണ്ടായിരുന്നത്? LDF സർക്കാരായിരുന്നു. LDF സർക്കാർ എടുത്ത തീരുമാനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ എന്തായിരുന്നു എന്ന് താങ്കൾക്കറിയാമോ? അത് മെത്രാൻകായലൊക്കെ പതിപ്പിച്ച് എന്റെ ചോദ്യം താങ്കൾ കഴിഞ്ഞ സർക്കാരിനെ വിമർശിച്ചതുകൊണ്ട് ഞാൻ കഴിഞ്ഞ സർക്കാരിന്റെ വക്കാലത്തിലല്ല ഇവിടെ സംസാരിക്കുന്നത്. ഫാക്ട്സ്, ആ കാര്യങ്ങൾ ഞാൻ താങ്കളുടെ മുമ്പിൽ പറയാം. 2007 താങ്കൾ പറയുന്നു LDF സർക്കാരാണ്. LDF സർക്കാരിന് മുന്നിലും മെത്രാൻകായലും കടമക്കുടിയും ഒക്കെ മേജർ പ്രോജക്ട്സ് ആയി വന്നിരുന്നു. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സർക്കാർ, ഏതോ സർക്കാർ ആകട്ടെ, എനിക്ക് LDF എന്നോ UDF എന്നോ പറയേണ്ട കാര്യമില്ല പ്രവീൺ. ഈ ചർച്ചയിൽ ഈ ചർച്ച കാണുന്നവർ വസ്തുതകൾ അറിയണം. താങ്കൾ കഴിഞ്ഞ സർക്കാരിനെ വിമർശിക്കുമ്പോൾ, ഞാൻ LDF എന്നൊന്നും പറയുന്നില്ല, കഴിഞ്ഞ സർക്കാരിനെ വിമർശിക്കുമ്പോൾ കഴിഞ്ഞ സർക്കാർ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ റിജക്ട് ചെയ്തു എന്നുള്ള വസ്തുത താങ്കൾക്ക് ബോധ്യമുണ്ടോ? കഴിഞ്ഞ സർക്കാരിന്റെ മുന്നിൽ ഈ കാര്യങ്ങൾ വന്നിരുന്നോ? എന്റെ രണ്ട് ചോദ്യം. ഉത്തരമുണ്ടോ? മെത്രാൻകായലിന്റെ കാര്യത്തിൽ ആ ഗവൺമെന്റിന് ഒരു
ബ്ലാക്ക് ലിസ്റ്റിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ആർക്ക്? മെത്രാൻകായലിന്റെ കാര്യത്തിൽ കടമാക്കുടിയിലേക്ക് വരുന്നില്ല. അല്ല, മെത്രാൻകായലിന്റെ എന്ത് ചെയ്തു? കാര്യത്തിൽ അങ്ങനെ പറഞ്ഞാൽ അതൊരു clarification ബഹു വേണം. പ്രോജക്റ്റ് ആയിട്ട് clarification അവിടെ വേണം. വന്നെങ്കിൽ ആ ഗവൺമെന്റ് നടപ്പാക്കി. അപ്പോഴത്തേക്ക് ആ ഗവൺമെന്റ് അപ്പോഴത്തേക്കൊന്നും പോയിട്ടില്ല. 2008 ഈ കടമക്കുടി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മുന്നിൽ വന്ന ഒരു കാര്യമാണ്. Yes. അന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് ഇത് അംഗീകാരം കൊടുത്തില്ല, Yes. അംഗീകാരം നിഷേധിക്കുകയാണ് ചെയ്തത്. അതെ, എന്നിട്ട് എത്രാം അംഗീകാരം കാലം നിഷേധിച്ചത് മാത്രമല്ല 2008 വയൽ സംരക്ഷണ നിയമം കൊണ്ടുവരികയും ചെയ്തു. Yes. അതിലേക്കാണ് അതാണ് ഞാൻ വന്നത്, അന്തസ്സ്. ഡോക്ടർ വേണുമോഹൻ. അതാണ് അന്തസ്സ്. ഡോക്ടർ വേണുമോഹൻ, അതിലേക്കാണ് ഞാൻ വന്നത്. അദ്ദേഹം അത് നെൽവയലിന്റെ പൂരിപ്പിച്ചു. പറയുന്നത് അദ്ദേഹം അത് നോക്ക്. പൂരിപ്പിച്ചു. CPM എന്റെ ചോദ്യം മൃഗീയമായി അല്ലല്ല, ഭരിക്കുന്ന പഞ്ചായത്തുകളിലൊക്കെയാണ് ഇപ്പോഴും നെൽവയലുകളൊക്കെ CPIM LDF ഒക്കെ റാണി മാറ്റിവെക്കൂ. റാണി CPIM മാർത്താണ്ഡം LDF ഒക്കെ കായലുകൾ മാറ്റിവെക്കൂ. അതൊക്കെ അല്ല, പറഞ്ഞ് ഡോക്ടർ നെൽവയലിലെ വേണുമോഹൻ, നിയമം ഒരു ഭാഗത്ത് നിന്നു, ഡോക്ടർ വേണുമോഹൻ, താങ്കൾ ഒന്ന് ശ്രദ്ധിക്കൂ. താങ്കൾ അധ്യാപകനാണ്, വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഈ പാനലിലേക്ക് കൊണ്ടുവന്നത് സമാന രീതിയിലുള്ളവരെന്നുള്ള രീതിക്കാണ്. ഡോക്ടർ വേണുമോഹൻ ഡോക്ടർ പി ഗോപിനാഥൻ പിള്ളയെ അറിയാമല്ലോ. അറിയാമോ? അറിയാം. നിങ്ങൾ സുഹൃത്തുക്കളുമാണ്. അപ്പോൾ വസ്തുതകൾ അനുസരിച്ച് വേണം ചർച്ചയിൽ എടുക്കുകയാണെങ്കിൽ എന്റെ ചോദ്യം ഒരു പക്ഷപാതവും ഇല്ലാതെ 2007 മെത്രാൻകായലും കടമക്കുടി വിഷയവും ഒരു സർക്കാരിന് മുന്നിൽ എത്തിയിരുന്നുവെങ്കിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഡോക്ടർ പി ഗോപിനാഥൻ പിള്ള? ഒന്ന് സ്പെസിഫൈ ചെയ്യൂ, അദ്ദേഹം ഒന്ന് മനസ്സിലാക്കട്ടെ ആദ്യം. അല്ല, 2008 ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മുന്നിൽ വന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. ഗവൺമെന്റിന്റെ മുന്നിൽ വന്നതാണ്. ഗവൺമെന്റ് ഇതൊരു അനുവദിക്കേണ്ട പ്രോജക്റ്റ് അല്ല, ഇത് പബ്ലിക്കിന് താല്പര്യമുള്ള പ്രോജക്റ്റ് അല്ല, ജനങ്ങൾക്ക് താല്പര്യമുള്ള പ്രോജക്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് 2007-2008 കാലഘട്ടത്തിൽ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം ഏതു സർക്കാരാണ് കൊണ്ടുവന്നത്? അല്ല, ഇത് ഇങ്ങനെ പൊങ്ങി വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്നാണ് ഗോവിന്ദാഥൻ പിള്ള, പ്രവീണിലേക്ക് വരാം. 2008 ഏതു സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരുന്നത്? കേരളത്തിൽ ഇടതുപക്ഷം. അങ്ങനെയാണെങ്കിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ആര് കൊണ്ടുവന്നു എന്ന് താങ്കൾക്ക് അത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. അതെ, അവർ പരസ്പരം പഠിപ്പിക്കട്ടെ. അത് തണ്ണീർത്തട നിയമം കൊണ്ടുവരാൻ കാരണം നമുക്ക് വെള്ളമില്ല. എന്താണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്? ഇതെല്ലാം നികത്തി ഇവിടെയെല്ലാം ആശുപത്രിയും പഞ്ചനക്ഷത്ര ഹോട്ടലുകളും താങ്കൾക്ക് ഡോക്ടർ വേണുമോഹൻ, എനിക്ക് താങ്കളടുത്ത് ഏറെ ബഹുമാനമാണ്. കാര്യം എന്നെക്കാളും എത്രയോ മുതിർന്ന ആളാണ്. എന്നെപ്പോലെയുള്ള എത്രയോ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകുന്ന ആളാണ് താങ്കൾ. അതിന്റെ എല്ലാ ബഹുമാനവും ആ ഗുരുത്വത്തോടും തന്നെയാണ്. പക്ഷേ ഇതൊരു പാനലാണ്, ഒരു ഡിസ്കഷനാണ്. താങ്കൾക്ക് താങ്കളുടേതായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽ താങ്കൾ പ്രതിരോധം ഒരുക്കണം. ഞാനും പ്രവീണുമല്ല താങ്കളെ വിമർശിക്കേണ്ടത്, ഡോക്ടർ പി ഗോപിനാഥൻ പിള്ള. അതിനാണ് അദ്ദേഹത്തെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതും. അതുകൊണ്ട് എല്ലാ ഗുരുത്വത്തോടു കൂടിയും ഞാൻ താങ്കളെ ഒന്നും പറയുന്നില്ല. രണ്ട് ക്വസ്റ്റ്യൻസ്. 2007 ഇവിടെ LDF സർക്കാരായിരുന്നു അധികാരത്തിലിരുന്നത്. താങ്കൾ പറഞ്ഞു LDF സർക്കാരിന്റെ തെറ്റായ തീരുമാനങ്ങൾ. ഡോക്ടർ പി ഗോപിനാഥൻ പിള്ള, താങ്കൾക്ക് ഉറപ്പുണ്ട് 2007 മെത്രാൻകായലും കടമക്കുടിയും പ്രോജക്റ്റുകളായി വൻകിട പദ്ധതികളായി കഴിഞ്ഞ സർക്കാരിന്റെ മുന്നിൽ വന്നിരുന്നു. സർക്കാർ ഫ്രീസ് ചെയ്തു. എന്തുകൊണ്ട്? പബ്ലിക് ഇൻട്രസ്റ്റ് താല്പര്യങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് 2008 വീണ്ടും ഇങ്ങനെ വരാതിരിക്കാൻ നെൽവയൽ സംരക്ഷണ നിയമം കൊണ്ടുവന്നു ഡോക്ടർ വേണുമോഹൻ. പ്രതിരോധിക്കുമ്പോൾ ഇതാണ് വസ്തുത. ഇനി എന്തിന് 2008 ശേഷം ആ നിയമത്തെ അട്ടിമറിക്കത്തക്ക രീതിയിൽ ഫെബ്രുവരി 25 മന്ത്രിസഭ നിലപാടെടുത്തു? എന്താണ് അതിനു പിന്നിലെ രാഷ്ട്രീയ നാടകം? കടമക്കുടി അടക്കമുള്ള വൻകിട പദ്ധതികളുടെ പേരിൽ പ്രകൃതിയെ വിൽക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം, ആ നടപടിക്രമങ്ങൾ ഏതു തരത്തിൽ ലംഘിക്കപ്പെട്ടു എന്നുള്ള രേഖകളാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. ഫെബ്രുവരി 25 മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ. SRSലേക്ക് വരുന്നതിന് മുമ്പ് രാഷ്ട്രീയം, അതിനപ്പുറത്തേക്ക് ചില ഫാക്ട്സ് ആവശ്യമുണ്ട്. പ്രവീൺ, എപ്പോഴും ഈ നാം കടമക്കുടിയെക്കുറിച്ചും മെത്രാൻകായലിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. ഏക്കറുകളുടെ കാര്യം ഇനി കണക്കല്ല. നേരത്തെ പറഞ്ഞു 2008 എന്തിനാണ് തണ്ണീർത്തട നിയമം കൊണ്ടുവന്നത്? ഒരു സർക്കാർ ഒരു വിഷൻ ഉണ്ട് എങ്കിലാണ് ഇത്തരം കാര്യങ്ങൾ, നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അത് തടയുക. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മെത്രാൻകായലിലും അതോടൊപ്പം തന്നെ കടമക്കുടിയിലും നടന്നിട്ടുള്ളത് റക്കിൻഡോ ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതാണ് കമ്പനി മെത്രാൻകായലിൽ. അവിടെ 34 സബ്സിഡറി കമ്പനികളാണ്. അവർ ആദ്യം കൃത്യമായി ഫോക്കസ് ചെയ്യുകയാണ്. അതിനു മുമ്പ് ഏതൊക്കെ തരത്തിലായിരിക്കണം ഇത്തരം കാര്യങ്ങൾ നടക്കേണ്ടത്? അവിടുത്തെ ലോക്കൽസിനെ ഭയപ്പെടുത്തുക. വില്ലേജ് ഓഫീസുകൾ മുതൽ തങ്ങൾക്ക് അനുകൂലമാക്കുന്ന രീതിയിലേക്ക് ഡോക്യുമെന്റ്സ് തയ്യാറാക്കുക. ഇത്തരം സ്ഥിതികൾ പടിപടിയായി ഉയർന്ന് സർക്കാരിന്റെ ഒരു തലത്തിലെത്തുന്നു. അത് കഴിഞ്ഞതിനാണ് ഔട്ട് ഓഫ് അജണ്ടയായി മന്ത്രിസഭ SRS, അതാണല്ലേ അതിന്റെ പ്രോസസ്. താങ്കൾ എത്രയോ കാലം മന്ത്രിസഭയുടെ റിപ്പോർട്ടിംഗ് അടക്കം ഔട്ട് ഓഫ് അജണ്ടയായി വന്നാൽ, ഈ ഔട്ട് ഓഫ് അജണ്ടയായി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമുള്ള തരത്തിലേക്ക് ഉത്തരവുകൾ ഉണ്ടാക്കാൻ സാധിക്കും. യെസ് പ്രവീൺ, അങ്ങനെയാണെങ്കിൽ വലിയൊരു മാഫിയ
നിയമത്തെ കൃത്യമായി പഠിച്ചുകൊണ്ട് നിയമത്തെ ഹൈജാക്ക് ചെയ്യുന്ന തരത്തിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. അവിടെ താഴെക്കിടയിലല്ല, ഉദ്യോഗസ്ഥ ലോബിയിലല്ല, മന്ത്രിമാരിൽ ചില ഉന്നതർക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് കൃത്യമായി നടപ്പാക്കുകയും ചെയ്യും. യോജിക്കുന്നുണ്ടോ എന്റെ വാദത്തോട്? പ്രതിഭ, ഈ ഇവിടം സ്വർഗമാണ് എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ മോഹൻലാലിന്റെ? അതാണ് കറക്റ്റ് ഇതിനകത്ത് നടക്കുന്നത്. അതായത് വികസനം എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിൽപ്പനച്ചരക്കാക്കാൻ കഴിയുന്ന ഒരു വാക്കും ഒരാശയവും വികസനമാണ്. കാരണം അത് രാഷ്ട്രീയക്കാരനത് വിൽപ്പനച്ചരക്കാക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാനും പ്രദീപും ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരുടെയും മാനസികാവസ്ഥയും നമ്മുടെ ആ ഒരു ബേസിക് സൈക്കിയും ഒക്കെ അതിനൊരു കാരണം തന്നെയാണ്, ഒട്ടുമുക്കാൽ ആൾക്കാരുടെയും. കാരണം ഇപ്പം നമ്മൾ കുറച്ച് കാലത്ത് നമ്മളിപ്പോൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ കാറിൽ യാത്ര ചെയ്തു എന്ന് കരുതിക്കോളൂ. നമ്മൾ ഇപ്പം നോക്കുമ്പോഴത്തേക്കും കുറേ ഹൈ റൈസ് കെട്ടിടങ്ങൾ, വലിയ കുറേ കണ്ണാടിച്ചിലുള്ള കെട്ടിടങ്ങൾ, കുറേ ഫ്ലാറ്റുകൾ, കുറേ പുതിയ കമ്പനികളുടെ ബോർഡുകൾ വെച്ചിരിക്കുന്നു. നമ്മൾ എന്ത് പറയും? ഇടയ്ക്കൊരു മെട്രോ ഓടുന്നു. നമ്മൾ എന്ത് പറയും? എന്തൊരു ഡെവലപ്മെൻ്റ് എന്ന് പറയും. എവിടെങ്കിലും ഒരിടത്ത് വയൽ നന്നായിട്ട് വയൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു, പച്ചപ്പ് നിൽക്കുന്നു, അത് കണ്ടിട്ടോ, ഏതെങ്കിലും ഒരു തെങ്ങിന് മുകളിൽ ഒരുപാട് തേങ്ങ നിൽക്കുന്നു, ഇത് കണ്ടിട്ടോ, ഒരു പച്ചക്കറി തോട്ടം കണ്ടിട്ടോ ഒക്കെ എന്തൊരു വികസനം എന്ന് നമ്മൾ പറയാറില്ല. മറിച്ച് നമ്മുടെ പോലും പല കൺസെപ്റ്റുകളിലൂടെയും പല ചിന്തകളിലൂടെയും പല ചർച്ചകളിലൂടെയും ഒക്കെ പല പാഠപുസ്തകങ്ങളിലും പല വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പോലും നമ്മുടെയൊക്കെ മനസ്സിനകത്തുള്ള വികസനം എന്നുള്ളതിനെ ഇതാണ് വികസനം എന്നുള്ള ലേബലിലേക്ക് പല കാരണങ്ങൾ കൊണ്ടും എത്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിതാണ് വികസനം, അതുകൊണ്ട് തന്നെ നമ്മളെ എളുപ്പം പറ്റിക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വികസനം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആദ്യം ഇവരെന്ത് ചെയ്യും? ഒരു നാട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഇന്നതാണ് ഈ പ്രൊജക്ട്, ഇന്ന കാര്യങ്ങൾ ഉണ്ടാവും, ഇത്ര ആൾക്കാർക്ക് അതിനുള്ള എംപ്ലോയ്മെന്റ് കിട്ടും. ഈ പറഞ്ഞ കടമക്കുടിയിലെ അതിൻ്റെ അവിടുത്തെ ലാൻഡ് ഓണേഴ്സ് അല്ലെങ്കിൽ അത് അവിടെ പ്രൊജക്ട് തുടങ്ങാൻ വന്ന ആൾക്കാരുടെ ന്യായീകരണത്തിൽ തന്നെ നാട്ടുകാരിൽ ഇത്ര പേർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇവർ നാട്ടുകാരെ ആദ്യം അങ്ങ് വിശ്വാസത്തിലെടുക്കും. എന്നിട്ട് അവർ പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്, ഇവിടെ കുറെ ഭൂമി ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് വല്ല കാര്യമുണ്ട്, ഇതിങ്ങനെ വെള്ളവും കെട്ടി കൊതുകും പിടിച്ച് കിടക്കുക എന്നല്ലാതെ ഇത് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ പഠിച്ചു വരുന്ന പിള്ളേർക്ക് 4 ജോലിയിൽ ഞങ്ങളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതല്ലേ സുഹൃത്തെ നല്ലതെന്ന് ഇവരാദ്യം നാട്ടുകാരെ കുറെ അങ്ങ് ബോധ്യപ്പെടുത്തും. അതിനുശേഷം ഉദ്യോഗസ്ഥർക്കെല്ലാം കൈക്കൂലിയൊന്നും കൊടുക്കില്ല കേട്ടോ. ഉദ്യോഗസ്ഥർക്കെല്ലാം ആദ്യം ഇവർ ഗിഫ്റ്റുകൾ കൊടുക്കും. ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിനകത്ത് ഒരു ബിസിനസ് ടാക്ടിക്സ് ഉണ്ട്, മേക്കിംഗ് പീപ്പിൾ ഇൻഡപ്റ്റഡ്. ഒരാൾക്കാർക്ക് ഫ്രീ ആയിട്ടൊരു കാര്യം കൊടുക്കുന്നു, ഒരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് പാർട്ടി കൊടുക്കുന്നു, അവിടെ നമ്മൾ കൈക്കൂലി കൊടുത്തു എന്നുള്ള പ്രശ്നവുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. അത് ചെയ്യുന്ന ആദ്യം അവിടുത്തെ ലോക്കൽ CPM-നെയാണ് ആദ്യം അവർ കയ്യിലെടുക്കുന്നത്. അതുകൂടെ മനസ്സിലാക്കണം. ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്ന അറിയാം? ഇങ്ങനെ കുറെ ചെറിയ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെല്ലാം കൈക്കലാക്കും. എന്നിട്ട് മുകളിലേക്ക് വരുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ഈ ഉദ്യോഗസ്ഥർക്കെല്ലാം അവരവർക്ക് ഈ പൈസയ്ക്ക് അപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളുണ്ട്. മക്കൾക്ക് ജോലി, ഇന്ന ആൾക്കാർക്ക് കുറേ ഇന്ന സ്ഥലത്ത് ഫ്ലാറ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊടുക്കും. ഇതിലൂടെ ഇവരെ മൊത്തത്തിൽ അങ്ങ് ഒരു ഹൈജാക്ക് ചെയ്തെടുക്കുകയും അതിനുശേഷം ഇവർക്ക് വേണ്ട രീതിയിലേക്ക് നിയമങ്ങളെ വളച്ചൊടിച്ച് കാര്യങ്ങൾ നടത്തുകയും ചെയ്യും. ഇതൊരു വലിയ പ്രോസസ്സാണ്. ഈ വലിയ പ്രോസസ്സ് ഞാൻ ഡീറ്റെയിൽ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് കടമക്കുടിയിൽ നടന്നതുപോലെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും എൻ്റെ വീട്ടിലും എൻ്റെയും ഒക്കെ സ്ഥലത്തേക്ക് ഇത്തരം ടാക്ടിക്കുകളുമായിട്ട് ആൾക്കാർ വന്നേക്കാം. ഇത് നമ്മൾ തിരിച്ചറിയണം. മറിച്ച് ഇതിനെ എതിർക്കുന്നത് ഒരിക്കലും വികസന വിരുദ്ധതയല്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, CPM-ന്റെ ഏതോ നേതാക്കളെ സ്വാധീനിച്ചതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞ CPM-ന്റെ ലോക്കൽ നേതാക്കളെ ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വാധീനത്തിലൊന്നും ഞങ്ങൾ നിന്നുകൊടുക്കില്ല എന്ന് മേളിലേക്ക് വന്ന നേതാക്കൾ തീരുമാനിച്ചില്ലേ? ഒരു നിമിഷം നിക്ക്. എന്നിട്ട് ഈ CPM-ന്റെ ലോക്കൽ നേതാക്കളെ സ്വാധീനിച്ചുവെങ്കിൽ അതുകൊണ്ടൊന്നും പാർട്ടിയെ വിലക്ക് വാങ്ങാൻ കഴിയുകയില്ല. അതിപ്പം മനസ്സിലായില്ലേ? ഇവിടെ മുകളിൽ ഇരിക്കുന്ന നേതൃത്വത്തിന് വിലക്ക് വാങ്ങിയത് ഏത് പാർട്ടിയുടെയാ? എനിക്ക് ഒന്നുകൂടെ ഏറ്റവും ആവശ്യമായ ഒരു ഇടവേള. ആ ഇടവേളയ്ക്ക് പോകുമ്പോൾ എനിക്ക് ചോദിക്കാൻ ഡോക്ടർ വേണുമോഹൻ ഒരു ചോദ്യമുണ്ട്. കടമക്കുടിയിലെയും മെത്രാൻ കായലിലെയും ലോക്കൽ എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഫ്രാക്ഷൻ അനുസരിച്ച് ബ്രാഞ്ചും ലോക്കൽ കമ്മിറ്റി അല്ലല്ല ഞാൻ പറഞ്ഞോട്ടെ CPI മെത്രാൻ കായലിന്റെ പരിസരത്തും കടമക്കുടിയുടെ പരിസരത്തുമുള്ള CPIM-ന്റെ ബ്രാഞ്ച് മെമ്പേഴ്സും ലോക്കൽ മെമ്പേഴ്സിനെയുമാണ് ഈ വൻകിട പദ്ധതികൾ എടുത്തതെങ്കിൽ നിങ്ങൾ എന്തേ ഡോക്ടർ വേണുമോഹൻ നാണമുണ്ടോ നിങ്ങൾക്ക് പറയാൻ? ഔട്ട് ഓഫ് അജണ്ടയായി UDF നേരെ വിരുദ്ധ സർക്കാരിന്റെ ക്യാബിനറ്റിൽ ഔട്ട് ഓഫ് അജണ്ടയായി കൊണ്ടുവന്ന് ഫെബ്രുവരി 25-ന് ഒന്നും അറിയാതെ രാഖി രാമായണം ഈ പദ്ധതി ഒപ്പുവെച്ച് ഈ മാഫിയയ്ക്ക് അനുകൂലം കൊടുത്തത് നിങ്ങളുടെ എതിർചേരിയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ പങ്കെടുത്തത് കൊണ്ടാണ്. ചർച്ച നയിക്കുന്നവർ നമുക്കിവിടെ സംസാരിക്കാം, ചർച്ച കേൾക്കുന്നവർ വിശ്വസിക്കില്ല. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും
താങ്കളിലേക്ക് വരാം. യെസ്, ഡോക്ടർ പി ഗോപിനാഥൻ പിള്ളയിലേക്ക്. ഡോക്ടർ വേണുമോഹനെ നമ്മൾ അംഗീകരിക്കുന്നു, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് അതിനെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന് അത് പ്രതിരോധിക്കുക, പ്രതിരോധത്തിന്റെ ശക്തി സത്യസന്ധതയ്ക്ക് മുമ്പിൽ എപ്പോഴും നിശബ്ദമായി പോകും. ഡോക്ടർ വേണുമോഹനെ അതിൻ്റെതായ രീതിക്ക് നമുക്ക് ബഹുമാനിച്ചുകൊണ്ട് താങ്കളെ ആ പെർസ്പെക്റ്റീവിൽ നമ്മൾ എടുക്കുന്നു. നിയമങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് എത്രമാത്രം അത്യന്താപേക്ഷിതമാണ്? മറ്റൊരു സർക്കാർ ലക്ഷ്യത്തോടെ കൊണ്ടുവന്നുവെങ്കിൽ ഏറ്റവും അത്യാവശ്യമാണ്. ജനങ്ങൾ സംരക്ഷിക്കേണ്ടത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തും പ്രകൃതി വിഭവങ്ങളും സംരക്ഷിക്കേണ്ടതിന് ഏറ്റവും അത്യാവശ്യമാണ്. യെസ്. അപ്പോൾ അതിന് ഈ കടമക്കുടി പ്രോജക്റ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ മിസ്റ്റർ ഡോക്ടർ ഹസൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. സംതിങ് ഷുഡ് പെരിഷ് ഫോർ സംതിങ് എൽസ് ടു സ്ട്രൈവ്. ഇവിടെ പെരിഷ് ചെയ്യേണ്ട കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളാണോ, ത്രൈവ് ചെയ്യേണ്ടത് മൾട്ടിനാഷണൽ കമ്പനിയാണോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. SRSലേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ഡോക്ടർ വേണുമോഹൻ, താങ്കളെ SRS വലിയ ബഹുമാനത്തോടെയാണ്. താങ്കളുടെ നിലപാടുകൾക്ക് ചില പരിമിതികളുണ്ട്. കാരണം താങ്കളുടെ സർക്കാർ എന്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ താങ്കളുടെ സർക്കാർ എന്തൊക്കെ എടുത്തു കഴിഞ്ഞാലും പ്രവീണും SRSും ഡോക്ടർ പി ഗോപിനാഥൻ പിള്ളയും ഒക്കെ ചൂണ്ടിക്കാണിച്ചത് വസ്തുതകളാണ്. എതിർപ്പായിട്ട് ഞാൻ അവതരിപ്പിച്ചതും ഫിഗേഴ്സും ഇയേഴ്സും വെച്ച് ആണല്ലോ. ഇവിടെ ആർക്ക് നിഷേധം കാണിച്ചു? താങ്കൾക്ക് മാത്രം. അത് ബഹുമാനിച്ചുകൊണ്ട് തന്നെ ആ പെർസ്പെക്റ്റീവ് എടുത്തുകൊണ്ട് SRS ഈ സർക്കാരിനെ ഇനി നമുക്ക് തിരുത്തലിന്റെ കാര്യത്തിൽ പറയേണ്ട കാര്യമില്ല. പക്ഷേ ജനം തിരിച്ചറിയേണ്ടതുണ്ടോ? ജനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഈ എടുത്ത നടപടികൾ മുഴുവൻ ഒരു നാണവും മാനവും ഇല്ലാതെ വിഡ്രോ ചെയ്തേച്ചും ഞങ്ങളാണ് എല്ലാം ചെയ്തത്, ഞങ്ങൾ വികസനത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിനെ കുറിച്ച് ജനങ്ങൾക്ക് വിധിയെഴുതാനും ജനങ്ങൾക്ക് വിലയിരുത്താനുമുള്ള അവകാശമുണ്ട്. അതിനുള്ള സാവകാശവുമുണ്ട്. അത് അവർ വിലയിരുത്തുകയും ചെയ്യും. ഈ ഗവൺമെൻറ് ഒരു തുടർഭരണത്തിലേക്ക് പോകുമെന്നുള്ള ഇവരുടെ ഈ സ്വപ്നം കാണലുണ്ട്. അത് മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. ഇന്ന് ഏതാണ്ട് കേരളം മുഴുവൻ അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ്. ഇത് തുടർഭരണത്തിൽ വന്നാൽ കേരളം മുടിഞ്ഞ് മാറാണക്കല്ല് കയറുമെന്നുള്ള കാര്യം ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യെസ്, ഈ ഒരു ചർച്ചയിൽ രാഷ്ട്രീയം പറയുമ്പോൾ തന്നെ ഡോക്ടർ വേണുമോഹൻ, താങ്കൾക്ക് എന്തെങ്കിലും ഒരു മറുപടി ഇക്കാര്യത്തിൽ SRS പറഞ്ഞതിനോട് മാറ്റി പറയേണ്ടതോ അല്ലെങ്കിൽ യോജിക്കുന്ന നിലപാടുണ്ടോ? ഒരു 10 സെക്കൻഡ്. അല്ല, ഈ ഗവൺമെന്റ് 100% ശരിയാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ കേരളം കണ്ട അച്യുതമേനോൻ സർക്കാരിന് ശേഷം കേരളം കണ്ട ഏറ്റവും നല്ല ഗവൺമെന്റ് തന്നെയാണ്. കാരുണ്യ പദ്ധതിയിലൂടെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയതും വികസനത്തോടൊപ്പം തന്നെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്നതും ഉള്ള പരിപാടികളും നമ്മൾ അംഗീകരിക്കുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ നല്ല സർക്കാർ എന്ന് ഒരു കോൺഗ്രസ് അനുഭാവിയായ ഡോക്ടർ വേണുമോഹൻ പറയുമ്പോൾ ഫെബ്രുവരി 25-ന് എല്ലാ നിയമങ്ങളും അട്ടിമറിച്ചുകൊണ്ട് കടമക്കുടിയിൽ ഭൂമാഫിയയ്ക്ക് തീരെഴുതാൻ ശ്രമിച്ച ഒരു സർക്കാർ, ആ സർക്കാരിനെ ജനങ്ങൾ ഏതു തരത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഈ ചർച്ചയിൽ രാഷ്ട്രീയത്തിനപ്പുറം കൃത്യമായ കണക്കുകളും കൃത്യമായ രേഖകളും അവലംബിച്ചുള്ള ഈ ചർച്ച, അവിടെ എടുക്കുന്ന നിലപാടിൽ ഒരു സർക്കാർ പിന്തുടരേണ്ടത് ജനക്ഷേമം. ആ ജനക്ഷേമത്തിന് അടിസ്ഥാനമാക്കേണ്ടത് നിയമസഭ പാസാക്കിയ നിയമങ്ങളും. ഇല്ല എങ്കിൽ ഒരു ന്യായീകരണത്തിനും നിലനിൽക്കില്ല എന്ന സത്യവും തിരിച്ചറിയേണ്ടി വരും. എല്ലാ അതിഥികൾക്കും നന്ദി.